അപ്പോൾ നമ്മൾ അടുത്ത ലെസണിലേക്ക് പോവുകയാണ്. ലെസൺ 5 സാമൂഹ്യശാസ്ത്രത്തിലെ 5ാമത്തെ ലെസൺ വരയ്ക്കാം വായിക്കാം. അപ്പോൾ അതിലെ ചോദ്യോത്തരങ്ങൾ മാത്രമായിരിക്കും ഇതിനകത്ത് ഉണ്ടാവുക. അതായത് SCERT ടെക്സ്റ്റ് ബുക്കിലെ ഈ ലെസണുമായി ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാവിധ ചോദ്യങ്ങളും ഉത്തരങ്ങളും PSCക്ക് വേണ്ടിയിട്ടുള്ളത് ഇതിലുണ്ടാവും. അപ്പോൾ നമുക്ക് പോവാം. അപ്പോൾ വരയ്ക്കാം വായിക്കാം. ഓക്കെ, എന്താണ് സ്കെച്ചുകൾ? നോക്കിക്കേ, വളരെ കുറച്ച് സവിശേഷതകൾ മാത്രം ഉൾപ്പെടുത്തി ഒരാളുടെ ഓർമ്മയിൽ നിന്നോ ഒരു പ്രദേശത്തെ നോക്കിക്കണ്ടോ വരച്ചെടുക്കുന്ന ചിത്രങ്ങളാണ് സ്കെച്ചുകൾ അഥവാ രേഖാചിത്രങ്ങൾ. നമുക്കറിയാമല്ലേ, നമ്മൾ ഫിലിംസിലൊക്കെ കാണുന്ന പോലെ ഒരു കുറ്റവാളിയെ കണ്ടുപിടിക്കാനായിട്ട് അവരുടെ അടയാളങ്ങൾ, കണ്ണിൻ്റെ വലിപ്പം, മുടിയുടെ നീളം, അല്ലെങ്കിൽ മുടിയുടെ ഒരു സ്ട്രക്ചർ, മൂക്ക് ഇങ്ങനെയാണ്, നീളത്തിലാണ്, ഉരുണ്ടതാണ് എന്നുള്ള രീതിയിലൊക്കെ അടയാളങ്ങൾ പറഞ്ഞു കൊടുത്ത് ഒരു രൂപം തയ്യാറാക്കുന്നു. സോ അതാണ് സ്കെച്ച് എന്ന് പറയുന്നത്. നമ്മൾ നേരിട്ട് നോക്കി വരയ്ക്കുന്നതല്ലാതെ നമ്മുടെ ഓർമ്മയിൽ നിന്ന് അല്ലെങ്കിൽ നമ്മുടെ തന്നെ ഭാവനയിൽ നിന്നും നമ്മൾ ഓർത്തെടുത്ത് വരയ്ക്കുന്നതിനെയാണ് നമ്മൾ സ്കെച്ച് അഥവാ രേഖാചിത്രങ്ങൾ എന്ന് പറയും. എന്താണ് പ്ലാനുകൾ? നോക്കിക്കേ, ഒരു പ്രദേശത്തിലെ വിവരങ്ങളെ സംബന്ധിച്ച കൃത്യമായ അളവുകൾ, അവയുടെ സ്ഥാനം എന്നിവ തിട്ടപ്പെടുത്തി തോതിൻ്റെയും ദിക്കിൻ്റെയും അടിസ്ഥാനത്തിലാണ് പ്ലാനുകൾ തയ്യാറാക്കുന്നത്. എക്സാമ്പിൾ, കെട്ടിട നിർമ്മാണം അല്ലേ? ഒരു വീട് പണിയാണെന്നുണ്ടെങ്കിൽ അടുക്കള ഈ ഭാഗത്ത് തന്നെ വെക്കണം, പൂജാമുറി ഈ ഭാഗത്ത് തന്നെ വെക്കണം, ഈ ദിശയിൽ, തെക്ക് ദിശയിൽ, വടക്ക് ദിശയിൽ, തെക്കോട്ട് നോക്കിയിട്ടാണ് വെക്കേണ്ടത്, വടക്കോട്ട് നോക്കിയിട്ടാണ് വെക്കേണ്ടത് എന്നൊക്കെ പറയില്ലേ? അങ്ങനെ ഈസ്റ്റ് വെസ്റ്റ് നോർത്ത് സൗത്തൊക്കെ അടയാളപ്പെടുത്തി ഓരോ സ്ഥാനം, ഇപ്പം ബെഡ്റൂം ഇവിടെയാണ്, അടുക്കള ഇവിടെയാണ്, അങ്ങനെ ഓരോ സ്ഥാനം നിശ്ചയിച്ച് അതിന് പ്രത്യേകിച്ച് അളവുകളും കൊടുക്കില്ലേ? ബെഡ്റൂമിൻ്റെ നീളം, ബ്രെഡ്ത്ത്, ലെങ്ത് ഒക്കെ എത്ര വീതിക്കും വലുപ്പത്തിലും വേണം എന്നുള്ളത്, അതൊക്കെയാണ് പ്ലാനുകളിൽ നമ്മൾ ഉൾപ്പെടുത്തുന്നത്. അപ്പോൾ സ്കെച്ചും പ്ലാനും തമ്മിൽ ഡിഫറൻസ് ഉണ്ട് അല്ലേ? സ്കെച്ച് എന്താണ്? നമ്മുടെ ഭാവനയിലോ നമ്മൾ എടുത്ത് വരയ്ക്കുന്ന ഒന്നാണ് സ്കെച്ചുകൾ. എന്നാൽ പ്ലാനുകളോ കൃത്യമായ അളവും ദിശകളും ഒക്കെ രേഖപ്പെടുത്തിയിട്ട് ചെയ്യുന്നതാണ് എന്ത്? പ്ലാനുകൾ. അപ്പോൾ ഇത് രണ്ടും കിട്ടി. അടുത്തയിലേക്ക് പോവാം. കെട്ടിടങ്ങളുടെ സ്കെച്ചും പ്ലാനും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? സിമ്പിൾ. കെട്ടിടങ്ങളുടെ പ്ലാൻ തയ്യാറാക്കുമ്പോൾ അതിൽ കൃത്യമായ അളവുകൾ കൂടി ഉൾപ്പെടുത്തുന്നുണ്ട്. എന്നാൽ സ്കെച്ചുകൾ തയ്യാറാക്കുമ്പോൾ അളവുകൾ കൃത്യമാക്കണമെന്നില്ല. സ്കെച്ചിന് പ്രത്യേകിച്ച് അളവുകളൊന്നും വേണ്ട, പക്ഷെ പ്ലാൻ തയ്യാറാക്കുമ്പോൾ എന്താണ്? കൃത്യമായിട്ട് അളവുകൾ കൊടുക്കണം. അപ്പോൾ അത് ഡിഫറൻസ് ആണ്. ഓക്കെ, ഒരു സ്ഥലത്തെ ദിശ എങ്ങനെ കണ്ടെത്താം? ആദ്യത്തെ പോയിന്റ് നോക്കിക്കേ, സൂര്യനെ അടിസ്ഥാനമാക്കി ദിശ കണ്ടെത്താം. അപ്പോൾ നമുക്കറിയാം സൂര്യൻ എവിടെയാണ് ഉദിക്കുന്നത്? കിഴക്കാണ് അല്ലേ? അപ്പോൾ സൂര്യനെ അടിസ്ഥാനമാക്കി, സൂര്യൻ എവിടെയാണോ അതാണ് കിഴക്ക്. അപ്പോൾ അതിൻ്റെ ഓപ്പോസിറ്റ് ആയിരിക്കും എന്ത്? പടിഞ്ഞാറ് അല്ലേ? അങ്ങനെ നമുക്ക് ദിശ കണ്ടെത്താം. സൂര്യൻ ഉദിക്കുന്ന ദിശയാണ് കിഴക്കായി നാം കണക്കാക്കുന്നത് അല്ലേ? സൂര്യൻ എവിടെയാണ് ഉദിക്കുന്നത്? കിഴക്ക് അല്ലേ? അപ്പോൾ അവിടെ കിഴക്ക്, അവിടെയാണ് സൂര്യൻ ഉദിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡ് എന്തായിരിക്കും? ദിശ എന്തായിരിക്കും? പടിഞ്ഞാറായിരിക്കും അല്ലേ? അത് നിങ്ങൾക്ക് അറിയാവുന്നതല്ലോ ഓൾറെഡി. ഈസ്റ്റ് വെസ്റ്റ് നോർത്ത് സൗത്ത് അല്ലേ? ഇവിടെ ഈസ്റ്റ് എന്താണ്? ഇവിടെ നോർത്ത് സൗത്ത് വെസ്റ്റ്, അതായത് ഇവിടെ കിഴക്ക്, ഇവിടെ പടിഞ്ഞാറ്, ഇവിടെ എന്ത് വരും? തെക്ക്, ഇവിടെ വടക്ക്. ഏകദേശം മനസ്സിലായി. നമുക്കറിയാം ഇവിടെയാണ് അരുണാചൽ പ്രദേശ് ഉള്ളത് അല്ലേ? അരുണാചൽ പ്രദേശത്താണ് ആ സൂര്യൻ ഫസ്റ്റ് ഉദിക്കുന്നത് എവിടെയാണെന്നൊക്കെ പറഞ്ഞിട്ട് ഉദിക്കുന്ന സ്ഥലം എവിടെയാണെന്നാണ് പറയുന്നത്? അരുണാചൽ പ്രദേശ്, ഈസ്റ്റ്. അപ്പോൾ ഇവിടെയാണ് എന്തുള്ളത്? നമ്മുടെ സൂര്യൻ ഉള്ളത്. ആരുള്ളത്? സൂര്യൻ അല്ലേ? ഇവിടെയാണ് നമ്മുടെ സൂര്യൻ ഉള്ളത്. അപ്പോൾ ഏകദേശം കിട്ടിയില്ലേ? ഓക്കെ, അടുത്തത്, ദിശ അറിയുന്നതിന് ഉപയോഗിക്കുന്ന ഉപകരണം ഏത്? വടക്ക് നോക്കി യന്ത്രം അല്ലേ? വടക്ക് നോക്കി യന്ത്രം എങ്ങനെയാണ്? ഓക്കെ, വടക്ക് നോക്കി യന്ത്രം എങ്ങനെയാണ്? അതായത് അതിലും എന്ത് ദിശകൾ അല്ലേ? നോർത്ത്, ഇതുപോലെ ഈസ്റ്റ് വെസ്റ്റ് നോർത്ത് എന്ന് പറഞ്ഞ്, നോർത്ത് സൗത്ത് എന്ന് പറഞ്ഞ് രേഖപ്പെടുത്തിയിട്ടുണ്ടാവും. എപ്പോഴും നോർത്തിലെ സൂചിയായിരിക്കും ചുവപ്പ് കളറിൽ കാണിക്കുന്നുണ്ടാവും അല്ലേ? അതാണ് വടക്ക് നോക്കി യന്ത്രം അല്ലേ? നോർത്തിലേക്കായിരിക്കും ഒരു പോയിന്റ് നിൽക്കുന്നുണ്ടാവുക. അത് വെച്ചിട്ട് നമ്മൾ ഓക്കെ അത് വടക്കാണെന്ന് കണ്ടുപിടിച്ചു. പിന്നെ അതിൻ്റെ ഓപ്പോസിറ്റ് തെക്ക്, ഇടത് പടിഞ്ഞാറ്, വലത് കിഴക്ക് എന്നുള്ള രീതിയിൽ നമ്മൾ കണ്ടുപിടിക്കുന്നു. ഓക്കെ, ദിശ കണ്ടെത്താനായി നാം ഇന്ന് എന്തെല്ലാം മാർഗ്ഗങ്ങൾ ഉപയോഗിക്കുന്നു? നോക്കിക്കേ, ഇന്ന് നമുക്ക്
ഏറ്റവും കൂടുതൽ ഉപകാരമുള്ളത് ഈ ഫോണാണല്ലേ. മൊബൈൽ ഫോണിൽ ജസ്റ്റ് ലൊക്കേഷൻ, ലൈവ് ലൊക്കേഷൻ അടിച്ച് കൊടുത്താൽ അപ്പം വരും, അല്ലെങ്കിൽ ഇന്ന സ്ഥലം, ഓക്കെ പാലക്കാട്, തിരുവനന്തപുരത്തിലെ പത്മനാഭസ്വാമി ക്ഷേത്രം എന്ന് അടിച്ചു കൊടുത്താൽ അതിൻ്റെ ലൊക്കേഷൻ നമുക്ക് കിട്ടും. മൊബൈൽ ആപ്പാണ് നമ്മൾ ഇന്ന് കൂടുതലായിട്ട് യൂസ് ചെയ്യുന്ന ഒരു മാർഗം. പണ്ട് കാലത്ത് വടക്ക് നോക്കി യന്ത്രം, ഇപ്പോഴും വടക്ക് നോക്കി യന്ത്രം ദിശേനെ സൂചിപ്പിക്കാനായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. കപ്പലുകാരായിരിക്കും അല്ലേ, കപ്പലിൽ പോകുന്നവരും ഒക്കെയാണ് അത് മെയിനായിട്ട് യൂസ് ചെയ്യുന്നത്. ഭൂപടത്തിലെ ദിശ എങ്ങനെ കണ്ടെത്താം? ഓക്കെ, നമ്മൾ ഭൂപടം എന്ന് പറയുന്നുണ്ടല്ലോ, ഒരു മാപ്പ് എടുത്തു കഴിഞ്ഞാൽ ഒരു മാപ്പ് നമ്മളിങ്ങനെ എടുത്തു കഴിഞ്ഞാൽ നമുക്കറിയാം മാപ്പിൻ്റെ ഒരു കോർണറിലായിട്ട് ദിശകൾ ഇങ്ങനെ ഒരു ചിഹ്നത്തിലാക്കിയിട്ടുണ്ടാവും, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കോർണറിൽ ഒരു ഈസ്റ്റ് വെസ്റ്റ് നോർത്ത് സൗത്ത് എന്ന് പറഞ്ഞിട്ട് അടയാളപ്പെടുത്തിയിട്ടുണ്ടാവും. നോക്കിക്കേ, ഭൂപടത്തിൽ സാധാരണമായി ദിശ കാണിക്കുന്ന അടയാളം നൽകിയിരിക്കും. ഓൾറെഡി തന്നിട്ടുണ്ടാവും, ഞാൻ പറഞ്ഞില്ലേ, ഏതൊരു ഭൂപടം എടുത്താലും ഈസ്റ്റ് വെസ്റ്റ് നോർത്ത് സൗത്ത് എന്ന് പറഞ്ഞിട്ട് അവർ അടയാളപ്പെടുത്തിയിട്ടുണ്ടാവും. ചുമർ ഭൂപടങ്ങളിൽ മുകൾ ഭാഗത്ത് വടക്ക് ദിശയെ സൂചിപ്പിക്കുന്ന അടയാളം കാണാം. വടക്ക് എവിടെയാണ്? വടക്ക്, നോർത്ത് അല്ലേ, മേലെ. അതായത് മുകൾ ഭാഗത്തായിട്ട് എന്ത് കാണിക്കും? ഞാൻ നേരത്തെ കാണിച്ചതുപോലെ മുകൾ ഭാഗത്ത് എന്ത് കാണിക്കുന്നു? ദിശനെ കാണിക്കുന്നു. വടക്ക് ദിശയെ സൂചിപ്പിക്കുന്നത് കാണാം. ഭൂപടത്തിൻ്റെ ചുവട് ഭാഗം തെക്കു ദിശയും വലതുഭാഗം പടിഞ്ഞാറ് ദിശയും ഇടതുഭാഗം കിഴക്ക് ദിശയും സൂചിപ്പിക്കുന്നു. നോക്കിക്കോ, അയ്യോ ഇടതു ഭാഗമാണ് കിഴക്ക് അല്ലേ. ഓക്കെ, നോക്കിക്കേ, ഇപ്പം ഞാൻ നമ്മുടെ ഇപ്പോൾ ഇതാണ് ഈസ്റ്റ് വെസ്റ്റ് നോർത്ത് എന്ന് പറയുമ്പോൾ ഞാൻ ജസ്റ്റ് ഒരു ഇന്ത്യനെ വരയ്ക്കുകയാണെന്ന് വിചാരിക്കാം. അപ്പോൾ ഇവിടെ നോർത്ത് എന്ന് വരും, ഇവിടെ സൗത്ത് വരും, ഇവിടെ എന്താ വരുന്നത്? ഈസ്റ്റ് എന്ന് വരും, ഇവിടെ വെസ്റ്റ് എന്ന് വരും. മനസ്സിലായില്ലേ? ഭൂപടത്തിൻ്റെ ചുവട് ഭാഗം എന്തായി കാണുന്നുണ്ട്? ഇതാ തെക്ക്, സൗത്ത്. ഇത് ഭാഗം ഏതായിട്ട് വരുന്നുണ്ട്? ഇത് ഭൂപടത്തിൻ്റെ ഇടതുഭാഗം. ഭൂപടത്തിൻ്റെ ഇടതുഭാഗം എന്താണ്? കിഴക്കാണ്. നമുക്കിത് വലതു ഭാഗം, പക്ഷെ ഭൂപടത്തിൻ്റെ അത് എവിടെയായിരിക്കും? ഇടതുഭാഗമായിരിക്കും അല്ലേ. ഇവിടെ ഇത് ഇടതുഭാഗവും ഇത് വലതുഭാഗവും. ഓക്കെ, വലതുഭാഗം പടിഞ്ഞാറ് ദിശയും ഇടതുഭാഗം കിഴക്ക് ദിശയായിട്ട് കാണിക്കുന്നു. അടുത്തത്, ഓക്കെ, ഇങ്ങനെയാണ് സാധാരണമായി ഭൂപടങ്ങളിൽ ദിശ സൂചിപ്പിക്കുവാൻ ഉപയോഗിക്കുന്ന ചിഹ്നങ്ങൾ. നോക്കിക്കേ, കണ്ടോ? മനസ്സിലായല്ലേ പിക്ചേഴ്സ്? ഓക്കെ, അടുത്തത് എന്താണ് ഭൂമധ്യരേഖ? യെസ്, വന്നുല്ലേ, നമ്മുടെ മെയിൻ ടോപ്പിക്കിലേക്ക് വന്നു. എന്താണ് ഭൂമധ്യരേഖ? ഭൂമിയുടെ മധ്യത്തിലൂടെ കടന്നു പോകുന്ന രേഖ, അതാണ് ഭൂമധ്യരേഖ. ഭൂമിയുടെ മധ്യത്തിലൂടെ കടന്നു പോകുന്ന രേഖയാണ് എന്ത്? ഭൂമധ്യരേഖ. കിട്ടിയില്ലേ? അടുത്ത പോയിന്റ് നോക്കിക്കേ, സാങ്കല്പിക രേഖയാണ് ഭൂമധ്യരേഖ. ഇത് ഭൂമിയെ 2 അർദ്ധഗോളങ്ങളായിട്ട് വിഭജിക്കുന്നു. ഓക്കെ, യെസ്, നമ്മളത് നോക്കണം. അതായത് സാങ്കല്പിക രേഖ വരച്ചു, 2 അർദ്ധഗോളം, മേലെയും താഴെയും 2 അർദ്ധഗോളങ്ങളായി എന്ത് ചെയ്യുന്നു? വിഭജിക്കുന്നു. ഭൂമധ്യരേഖയ്ക്ക് വടക്കുള്ള ഭാഗം ഉത്തരാർദ്ധഗോളമെന്നും തെക്കുള്ള ഭാഗം ദക്ഷിണാർദ്ധഗോളമെന്നും അറിയപ്പെടുന്നു. ഇവിടെ എന്തറിയപ്പെടുന്നു? ഉത്തരാർദ്ധഗോളം. ഇതെന്തറിയപ്പെടുന്നു? ദക്ഷിണാർദ്ധമെന്നും അറിയപ്പെടുന്നു. മേലെ, അതായത് നോർത്ത് പോൾ സൗത്ത് പോൾ, ഇവിടെയും അല്ലേ. അപ്പം നമ്മൾ അറിയാലോ നോർത്ത് പോൾ സൗത്ത് പോൾ. അപ്പോൾ ഇത് മേലെ മുറിച്ചതുകൊണ്ട് മേലത്തെ ഭാഗം ഉത്തരാർദ്ധഗോളമെന്നും താഴെ ദക്ഷിണാർദ്ധഗോളമെന്നും അറിയപ്പെടുന്നു. ഇനി എന്താണ് അക്ഷാംശരേഖകൾ? നോക്കിക്കേ, ഭൂമധ്യരേഖയ്ക്ക് നമ്മൾ ഈ ഒരു ഡെഫിനേഷൻ പഠിക്കുമ്പോൾ അതിൻ്റെ ഒപ്പം തന്നെ നമ്മൾ വരച്ച് പഠിച്ചാൽ മനസ്സിലാവും. നമുക്കറിയാം ഭൂമധ്യരേഖ, നമ്മൾ ഭൂമധ്യരേഖ വരച്ചു. ഈ ഭൂമധ്യരേഖയ്ക്ക് സമാന്തരമായി വൃത്താകൃതിയിലുള്ള സാങ്കല്പിക രേഖകളാണ് അക്ഷാംശരേഖകൾ. അപ്പം അക്ഷാംശം നമുക്ക് കിട്ടി. ഏതിന് സമാന്തരമായിട്ടാണ്? നമ്മുടെ ഇക്വേറ്റർ, ഈ ഒരു ഭൂമധ്യരേഖയ്ക്ക് സമാന്തരമായിട്ട്. ഏതിനായിരുന്നു? ഈ ഒരു ഇക്വേറ്റർ. മനസ്സിലായില്ലേ? എന്താണ് അതിൻ്റെ പേര്? അക്ഷാംശം എന്ന് പറയും. മനസ്സിലായില്ലേ? എന്താണ് അക്ഷാംശം? അപ്പോൾ നമ്മൾ ഭൂമധ്യരേഖ എന്ന് പറഞ്ഞാൽ എന്താണ്? ഭൂമിയുടെ മധ്യത്തിൽ കാണപ്പെടുന്ന ഒരു സാങ്കല്പിക രേഖ, ഭൂമിയുടെ മധ്യത്തിലൂടെ കടന്നു പോകുന്ന ഒരു സാങ്കല്പിക രേഖയാണ് എന്താണ് ഭൂമധ്യരേഖ. അതായത് ഇക്വേറ്റർ, 0 ഡിഗ്രി നമുക്കറിയാം. അതിന് 2 അർദ്ധഗോളങ്ങളായി പറയുന്നത് മേലെ ഉത്തരാർദ്ധഗോളമെന്നും താഴത്തെ ദക്ഷിണാർദ്ധഗോളമെന്നും പറയുന്നു.
ഉത്തരാർദ്ധഗോളമെന്നും താഴെ ദക്ഷിണാർദ്ധഗോളമെന്നും പറയുന്നുണ്ട്. ഈ ഭൂമധ്യരേഖയിൽ നിന്നും സമാന്തരമായിട്ട് കണ്ടോ ഈ മഞ്ഞവരകൾ, അതായത് സമാന്തരം പറഞ്ഞാൽ എന്താ, പാരലൽ. ഈ ഇക്വേറ്ററിൽ നിന്നിൻ്റെ സമാന്തര വരകളാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, അക്ഷാംശ രേഖകൾ. ഓക്കെ, ഇതിൽ തൽക്കാലം നമ്മൾ ബേസേ പഠിക്കുന്നുള്ളൂ. ഇതിൻ്റെ ഇനി ഫർദർ അടുത്ത ക്ലാസ്സിൽ ആ ഒരു കണ്ടിന്യൂഷൻ ഉണ്ടാവുമല്ലോ, അതിൽ നമ്മൾ ഈ ട്രോപ്പിക് ഓഫ് കാപ്രിക്കോൺ, ടോപ്പിക് ഓഫ് ക്യാൻസർ എന്നൊക്കെ പറഞ്ഞ ആർട്ടിക് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഉണ്ടല്ലോ, അത് നമ്മൾ ഡീറ്റെയിൽ പഠിക്കും. ഇപ്പോൾ നമ്മൾ ആ ബേസിക് മാത്രമേ പഠിക്കുന്നുള്ളൂ. അപ്പോൾ അക്ഷാംശ രേഖകൾ കഴിഞ്ഞില്ലേ, അടുത്തത് നോക്കിക്കേ, എന്താണ് രേഖാംശ രേഖകൾ? നോക്കിക്കോ, രേഖാംശം. അക്ഷാംശ രേഖകൾക്ക് എന്താണ് ഈ ലംബം എന്ന് പറയണത്? ലംബം പറയണത് ഇങ്ങനെയാണ് അല്ലേ, ഇതല്ലേ ലംബം, നമ്മളിങ്ങനെ വരുന്നതല്ലേ ലംബം, ഇതല്ലേ ലംബത്തിൻ്റെ ഒരു ഇതെന്ന് പറയുന്നത്, ഇങ്ങനെ നടുക്കിക്കൂടെ വരുന്നത്. അപ്പോൾ അക്ഷാംശ രേഖകൾക്ക് ലംബമായിട്ട് ഇങ്ങനെ നീളത്തിൽ വരുന്നതാണ് എന്തെന്ന് പറയുന്നത്, രേഖാംശ രേഖകൾ. ഇപ്പം ഏകദേശം കിട്ടിയില്ലേ? അക്ഷാംശ രേഖകൾക്ക് ലംബമായി വരച്ചിരിക്കുന്ന അർദ്ധവൃത്താകൃതിയിലുള്ള രേഖകളാണ് രേഖാംശ രേഖകൾ. അത് ഏകദേശം കിട്ടി. എന്താണ് ഗ്ലോബ്? ഗോളാകൃതിയിലുള്ള ഭൂമിയുടെ മാതൃകയാണ് ഗ്ലോബ്. പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല, എല്ലാവർക്കും അറിയാം. എന്താണ് ഭൂപടം? അതും നമുക്കറിയാം. ഗോളാകൃതിയിലുള്ള ഭൂമിയുടെ ഉപരിതല സവിശേഷതകൾ ഒരു പരന്ന പ്രതലത്തിൽ വരയ്ക്കുന്നതാണ് ഭൂപടം അഥവാ മാപ്പ് എന്ന് പറയുന്നത് അല്ലേ. ഇപ്പോൾ ഗ്ലോബിലുള്ള സകലമാന സാധനങ്ങളും നമ്മൾ എന്ത് ചെയ്യും, ഒരു ഭൂപടത്തിൻ്റെ മേലെ കേരള, 14 ജില്ലകൾ, തിരുവനന്തപുരം, കൊല്ലം, കോട്ടയം, ആലപ്പുഴ, അങ്ങനെ വരച്ചു പോകും അല്ലേ. അതായത് ഉപരിതല സവിശേഷതകൾ മാത്രം, അതായത് ഉപരിതല സവിശേഷതകൾ മാത്രം ഉൾപ്പെടുത്തി ഒരു പരന്ന പ്രതലത്തിൽ, നമുക്കറിയാം മാപ്പൊക്കെ ചുരുട്ടി നമുക്ക് കലണ്ടർ പോലെ തൂക്കാം, ചുരുട്ടി വെക്കാം, വേണമ്പോൾ നമ്മൾക്ക് എന്ത് ചെയ്യാം, അതിന് നിവർത്താം അല്ലേ. അങ്ങനെ ഒരു പരന്ന പ്രതലത്തിൽ വരയ്ക്കുന്നതാണ് എന്തെന്ന് പറയുന്നത്, ഭൂപടം. ഇനി കേരളത്തിൻ്റെ ഭൂപടം നിരീക്ഷിച്ച് പാഠപുസ്തകം പേജ് 74 ABC എന്നിവ എന്തെന്ന് രേഖപ്പെടുത്തുക. ഓക്കെ, ഇത് കുട്ടികൾക്കുള്ള ആക്ടിവിറ്റിയാണ്, ബട്ട് നമുക്ക് നോക്കാം. തലക്കെട്ട് ഭൂപടത്തിൻ്റെ ഉള്ളടക്കത്തെ സൂചിപ്പിക്കുന്നു. യെസ്, കേരള മാപ്പാണെങ്കിൽ കേരള, തമിഴ്നാട് മാപ്പാണെങ്കിൽ തമിഴ്നാടു, ഇന്ത്യ മാപ്പാണെങ്കിൽ ഇന്ത്യ. ഓക്കെ, മനസ്സിലായില്ലേ? ദിശ, ഭൂപടത്തിൽ ദിശ തിരിച്ചറിയുന്നതിന്, ദിശ കൊടുത്തിട്ടുണ്ടാവും. അപ്പോൾ ഏത് സംസ്ഥാനം ഏത് ദിശയിൽ ചേർന്നിട്ടാണ് കടൽ, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ നമുക്കറിയാൻ പറ്റും. സൂചിക, ഭൂതല സവിശേഷതകൾ തിരിച്ചറിയുന്നതിന്, അതായത് സൂചിക എന്ന് പറയുമ്പോൾ ഇപ്പോൾ നമുക്കറിയാം റോഡിൻ്റെ ലൈൻസ് കറക്റ്റായിട്ട് കാണിക്കുന്നുണ്ടാവും. ഈ വഴികളൊക്കെയാണ് NH പോകുന്നത്, ഹൈവേ റോഡ് പോകുന്നത്, അങ്ങനെ റെയിൽവേ ട്രാക്ക് വരച്ചിട്ടുണ്ടാകും, അവിടെയൊക്കെ ആയിരിക്കും എന്ത് പോകുന്നത്, ട്രെയിൻ പോകുന്നത് എന്നുള്ള സൂചികകളും കൊടുത്തിട്ടുണ്ടാവും. ഓക്കെ, ഇത് നിങ്ങൾ ആ ടെക്സ്റ്റ് ബുക്ക് കമ്പയർ ചെയ്ത് എഴുതുമ്പോൾ ശരിയാവും. ഗ്ലോബിലും ഭൂപടങ്ങളിലും ജലാശയങ്ങൾ സൂചിപ്പിക്കാൻ ഉപയോഗിക്കുന്ന നിറം ഏതാണ്? നീല അല്ലേ, ജലാശയം. ഇതുപോലെ കുറേ ഉണ്ട് റോഡിന്, എന്താണ് കൃഷി സ്ഥലങ്ങൾ, കമ്പനീസ്, ഫാക്ടറീസ്, അങ്ങനെ കുറേ നിറങ്ങൾ വരുന്നുണ്ട്. അപ്പോൾ അത് നമ്മൾ എന്ത് ചെയ്യും, അതിൻ്റെ കണ്ടിന്യൂഷൻ പാർട്ട് വരുന്നുണ്ട്, ജോഗ്രഫി പാർട്ട് അടുത്ത വേറെ ഡിവിഷനിൽ അല്ലെങ്കിൽ ലെസൻ്റെ കണ്ടിന്യൂഷനായിട്ട് വരും. അപ്പോൾ അതിൽ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും. ഇപ്പോൾ ഇവിടെ എന്താണ്, ഗ്ലോബിലും ഭൂപടങ്ങളിലും ജലാശയങ്ങൾ സൂചിപ്പിക്കാൻ ഉപയോഗിക്കുന്ന നിറം എന്താണ് നീല. സൂചികകൾ ഞാൻ നേരത്തെ പറഞ്ഞില്ല, ഇതവിടെ ഒന്ന് തലക്കെട്ട് കൊടുക്കും ഭൂപടത്തിൻ്റെ എന്താണ് മെയിനായിട്ടുള്ള ഉള്ളടക്കം, 2 ദിശ സൂചിപ്പിക്കുന്നുണ്ടാവും, മൂന്നാമത്തത് സൂചിക. എന്തൊക്കെ തരം കൊടുക്കാം? സൂചികകൾ. റോഡ്, ഈ 2 ലൈൻസ് വരുവാണെങ്കിൽ അതെന്താണ്, റോഡാണ്. റെയിൽ പാതകളാണെങ്കിൽ ഇതിങ്ങനെ ഒരു സീബ്ര കളറിൽ ഒരു ചെസ് ബോർഡിൻ്റെ നീളത്തിലുള്ളതാണ് റെയിൽ പാതകൾ. നദിയാണെങ്കിൽ ഇതെങ്ങനെയാണ് കൊടുക്കുന്നത് മാപ്പിൽ. തുറമുഖങ്ങളാണെങ്കിൽ ഇങ്ങനെയാണ് മാപ്പിൽ കൊടുക്കുന്ന ഒരു കപ്പലിൻ്റെ ചിഹ്നം. ഇത് ടെക്സ്റ്റ് ബുക്കിലുള്ള അതേ ബോക്സ് തന്നെയാണ് കേട്ടോ. അടുത്തത്, നിങ്ങളുടെ വിദ്യാലയത്തിലെ സാമൂഹ്യശാസ്ത്ര ലാബിലെ കേരളത്തിൻ്റെ ഭൂപടം പരിശോധിച്ച് വർക്ക്ഷീറ്റ് പൂർത്തിയാക്കുക. ഇത് കുട്ടികൾക്കുള്ള ഒരു പോർഷനാണ്, എന്നാലും നമുക്കും അറിയാവുന്ന കാര്യങ്ങളും നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം. കേരളത്തിൻ്റെ തെക്കേ അറ്റത്തുള്ള ജില്ല, അതായത് നമ്മൾക്ക് കേരളം വരയ്ക്കാം ആദ്യം അല്ലേ. ഓക്കെ, ഇത് കേരളം പോലെ ഇല്ല എന്നാലും ഒക്കെ ഒന്നും കൂടി നോക്കാം അല്ലേ. കേരളം എങ്ങനെയാണ്, കേരളം ഇങ്ങനെയാണ് അല്ലേ, ഇവിടെ. ഓക്കെ, ഏകദേശം കേരളം പോലെയുണ്ട്. തെക്കേ അറ്റത്ത് എവിടെയാണ് തെക്ക്? ഇവിടെ. അപ്പോൾ അതാരാണ്? തിരുവനന്തപുരം.
വടക്കേ അറ്റത്തുള്ള ജില്ല മേലെ നോർത്ത് കാസർഗോഡ്. 2 സംസ്ഥാനങ്ങളുമായി പങ്കിടുന്ന ജില്ല എന്താണ്? വയനാടാണ്. ഒന്ന് ആരൊക്കെയാണ്? ഒന്ന് കർണാടകയായിട്ടും ഒന്ന് തമിഴ്നാടുമായിട്ടുമാണ് ആര് പങ്കിടുന്നത്? വയനാട് പങ്കിടുന്നത്. അടുത്തെന്താണ്? ഭാരതപ്പുഴ ഒഴുകുന്ന ദിശ എവിടെ നിന്നാണ്? കിഴക്ക് നിന്ന് പടിഞ്ഞാറോട്ട്. കിഴക്ക് എവിടെയാണ്? തമിഴ്നാട്, ഐ മീൻ ഇവിടെ അല്ലേ, ഈസ്റ്റ്, ഇവിടെയാണ് കിഴക്ക്. അപ്പോൾ അവിടെ നിന്നും എവിടേക്കാണ്? പടിഞ്ഞാറിലോട്ടാണ് എന്തൊഴുകുന്നത്? ഭാരതപ്പുഴ ഒഴുകുന്നത്. കാസർഗോഡ് തിരുവനന്തപുരം വരെയുള്ള റെയിൽ പാതയുടെ ദിശ എവിടെ നിന്നാണ്? വടക്കുന്ന് തെക്കോട്ട്, മേലെന്ന് താഴോട്ടാണ് കേട്ടോ. എവിടെ നിന്നാണ്? മേലെന്ന് താഴോട്ട്. ഇങ്ങനെയാണ് എന്ത് വരുന്നത്? വടക്ക് നിന്ന് തെക്കോട്ട് എന്ന് കാസർഗോഡ് തൊട്ട് തിരുവനന്തപുരമുള്ള റെയിൽ പാതയുടെ ദിശ. ഓക്കെ. കേരളത്തിൻ്റെ അയൽ സംസ്ഥാനങ്ങൾ തമിഴ്നാടും കർണാടകയും മാത്രമാണ്. ഇതൊരു ആക്ടിവിറ്റിയാണ്, പക്ഷെ നമ്മളത് ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്ത സ്ഥിതിക്ക് ചിലപ്പോൾ ചോദിക്കാൻ ചാൻസ് ഉണ്ട് അല്ലേ. നോക്കിക്കുക, തിരുവനന്തപുരം സംസ്ഥാനം, അതായത് തിരുവനന്തപുരം ജില്ലേനെ കുറിച്ചിട്ടുള്ള ഡീറ്റെയിൽസ് ആണ്. സ്ഥാനം എവിടെയാണ്? കേരളത്തിൻ്റെ ഏറ്റവും തെക്കേ അറ്റത്തായി സ്ഥിതി ചെയ്യുന്നു അല്ലേ. തെക്കേ അറ്റത്ത് കന്യാകുമാരിയുടെ തൊട്ടടുത്ത് കാണപ്പെടുന്ന ഒരു ജില്ലയാണ് തിരുവനന്തപുരം. അക്ഷാംശ രേഖകൾ നോക്കിക്കേ, കണ്ടോ? 8:17 to 8:54 ഡിഗ്രി വടക്ക്, 76.41 ഡിഗ്രി to 77.17 ഡിഗ്രി കിഴക്ക്. ഇങ്ങനെയാണ് അതിൻ്റെ അക്ഷാംശ രേഖകൾ കാണിക്കുന്നത്. അയൽ സംസ്ഥാനം ഏതാണ്? തമിഴ്നാട് അല്ലേ. വിമാനത്താവളം തിരുവനന്തപുരം അന്താരാഷ്ട്ര വിമാനത്താവളം. റെയിൽവേ സ്റ്റേഷൻ സെൻട്രൽ റെയിൽവേ സ്റ്റേഷൻ തമ്പാനൂരാണ് അല്ലേ. തുറമുഖം ഏതാണ്? തുറമുഖം വിഴിഞ്ഞം. കടൽ തീരം 75 കിലോമീറ്ററോളം ഉണ്ട്. മറ്റ് സവിശേഷതകൾ നോക്കിക്കേ. തലസ്ഥാന നഗരമാണ്. കേരള സർവകലാശാല ആസ്ഥാനം എവിടെയാണ്? തിരുവനന്തപുരം. വിക്രം സാരാഭായ് സ്പേസ് സെൻറ്റർ അല്ലേ, നമുക്കറിയാം, തുമ്പ അല്ലേ. വിക്രം സാരാഭായ് സ്പേസ് സെൻറ്റർ, തുമ്പ റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രം, കേന്ദ്ര കിഴങ്ങുവിള ഗവേഷണ കേന്ദ്രം, കോവളം ടൂറിസ്റ്റ് കേന്ദ്രം, ഇന്ത്യയിലെ ആദ്യ വിവര സാങ്കേതിക സമുച്ചയമായ ടെക്നോ പാർക്ക് എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? തിരുവനന്തപുരത്താണ് സ്ഥിതി ചെയ്യുന്നത്. ഓക്കെ. ഇന്ത്യയിലെ ഒരേ ഒരു സംസ്ഥാനമാണല്ലോ കേരളം. ഒരേ ഒരു സംസ്ഥാനമാണല്ലോ കേരളം. ഇന്ത്യയിൽ എത്ര സംസ്ഥാനങ്ങളും കേന്ദ്രം അല്ല, ക്വസ്റ്റ്യനിലൊരു മിസ്റ്റേക്ക് ഉണ്ട് അല്ലേ. ഇന്ത്യയിൽ ഒരു സംസ്ഥാനമാണല്ലോ കേരളം അല്ലേ. ഇന്ത്യയിലെ ആകെ ഒരു സംസ്ഥാനമാണ് കേരളം. കേരളം മാത്രമാണോ സംസ്ഥാനം? അല്ല. മൊത്തം എത്ര സംസ്ഥാനമുണ്ട് നോക്കിക്കേ. 28 സംസ്ഥാനങ്ങളും 8 കേന്ദ്രഭരണ പ്രദേശങ്ങളുമുണ്ട്. എത്ര കേന്ദ്രഭരണ പ്രദേശം? 8. എത്ര സംസ്ഥാനങ്ങൾ? 28. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് ഇന്ത്യയിലെ 28 സംസ്ഥാനങ്ങളും അവയുടെ തലസ്ഥാനങ്ങളുമാണ് നമ്മൾ പട്ടികയായിട്ട് പഠിക്കാൻ പോകുന്നത്. ഇതാണ്ടോ നോക്കിക്കേ. ആന്ധ്രാപ്രദേശ് അമരാവതി, അരുണാചൽ പ്രദേശ് ഇറ്റാനഗർ, ആസാം ദിസ്പൂർ, ബീഹാർ പട്ന, ഛത്തീസ്ഗഡ് റായ്പൂർ, ഗോവ പനാജി, ഗുജറാത്ത് ഗാന്ധിനഗർ, ഹരിയാന ചണ്ഡീഗഡ്, ഹിമാചൽ പ്രദേശ് ഷിംല, ജാർഖണ്ഡ് റാഞ്ചി, കർണാടക ബംഗളൂരു, കേരളം തിരുവനന്തപുരം, മധ്യപ്രദേശ് ഭോപ്പാൽ, മഹാരാഷ്ട്ര മുംബൈ, മണിപ്പൂർ ഇംഫാൽ, മേഘാലയ ഷിലോങ്, മിസോറാം ഐസോൾ, നാഗാലാൻഡ് കൊഹിമ, ഒഡീഷ ഭുവനേശ്വർ, പഞ്ചാബ് ചണ്ഡീഗഡ്, രാജസ്ഥാൻ ജയ്പൂർ, സിക്കിം ഗാംഗ്ടോക്ക്, തമിഴ്നാട് ചെന്നൈ, തെലങ്കാന ഹൈദരാബാദ്, ത്രിപുര അഗർത്തല, ഉത്തർപ്രദേശ് ലക്നൗ, ഉത്തരാഖണ്ഡ് ഡെറാഡൂൺ, പശ്ചിമ ബംഗാൾ കൊൽക്കത്ത. അപ്പോൾ 28 സംസ്ഥാനങ്ങളും അവയുടെ തലസ്ഥാനങ്ങളാണ് നമ്മളിപ്പോൾ വായിച്ചത്. ഇനി കേന്ദ്രഭരണ പ്രദേശങ്ങളും തലസ്ഥാനങ്ങളും നോക്കിക്കേ. എത്ര എണ്ണമുണ്ട്? 8 എണ്ണമുണ്ട്. ആൻഡമാൻ ഒന്നാമത്തെ ആരാണ്? ആൻഡമാൻ നിക്കോബാർ ദ്വീപുകൾ, അവരുടെ തലസ്ഥാനങ്ങൾ ഏതാണ്? പോർട്ട് ബ്ലെയർ. ചണ്ഡീഗഡ്, ദാദ്ര നഗർ ഹവേലി, ദമാൻ ദിയു, ദാമൻ, ലക്ഷദ്വീപ് കവരത്തി, ഡൽഹി ന്യൂഡൽഹി, പുതുച്ചേരി, ജമ്മു കാശ്മീർ ശ്രീനഗർ, വേനൽക്കാലം, ജമ്മു ശീതകാലം, അങ്ങനെ മാറുന്നുണ്ട് അല്ലേ. ലഡാക്ക് ലേ,
ഇങ്ങനെ 8 കേന്ദ്രഭരണ പ്രദേശങ്ങളാണ് ഉള്ളത്. അപ്പോൾ ഇതൊക്കെ പഠിക്കേണ്ടത്, ഇതൊക്കെ നമ്മൾ പണ്ട് തൊട്ടേ PSCയിലുള്ള കാര്യങ്ങളാണ്. ഈ കേന്ദ്രഭരണ പ്രദേശങ്ങൾ, അവരുടെ തലസ്ഥാനം, അല്ലെങ്കിൽ നമ്മുടെ ഇന്ത്യയിലെ സംസ്ഥാനങ്ങളും അവരുടെ തലസ്ഥാനങ്ങളും. ഓക്കെ, ഇന്ത്യയുടെ അതിർത്തി, സംസ്ഥാനങ്ങൾ, കേന്ദ്രഭരണ പ്രദേശങ്ങൾ, അയൽ രാജ്യങ്ങൾ മുതലായവ രേഖപ്പെടുത്തിയ ഭൂപടം നിരീക്ഷിച്ച് ചുവടെ തന്നിരിക്കുന്ന പട്ടിക പൂർത്തിയാക്കുക. ഇവിടെ ഓൾറെഡി നമുക്ക് ഇത്രയും തന്നിട്ടുണ്ട്, ഞാനൊന്ന് സൂം ചെയ്യാം. ഇന്ത്യയുടെ കിഴക്കേ ഭാഗത്തുള്ള കടൽ, അതായത് കിഴക്കേ ഭാഗം, ഇപ്പം ഇന്ത്യ എന്ന് പറയണത്, ഒരു മിനിറ്റ്, ഇപ്പം ഇന്ത്യ എന്ന് പറയണത് ഇങ്ങനെയാണല്ലോ. ഓക്കെ, ഇന്ത്യ അവരുടെ ഈസ്റ്റ്, കിഴക്കേ ഭാഗത്ത് ആരുണ്ട്? കടൽ, ബംഗാൾ ഉൾക്കടലുണ്ട് അല്ലേ, ബംഗാൾ ഉൾക്കടൽ. ഇവിടെ ആരാണ്? അറബി. ഇവിടെ ഏതാണ്? പടിഞ്ഞാറ് ഭാഗത്തുള്ള കടൽ, പടിഞ്ഞാറ് ഭാഗത്തുള്ള കടൽ ആരാണ്? അറബിക്കടലാണ്. ഇവിടെ ആരാണ്? ഈ കിഴക്ക് ഭാഗത്ത് ബംഗാൾ ഉൾക്കടൽ, ബേ ഓഫ് ബംഗാൾ എന്നൊക്കെ പറയും അല്ലേ. ഇന്ത്യയുടെ തലസ്ഥാനം എവിടെയാണ്? ന്യൂഡൽഹിയാണ്. ഇന്ത്യയുടെ ഏറ്റവും വടക്ക് ഭാഗത്തുള്ള കേന്ദ്രഭരണ പ്രദേശം, വടക്ക് പറയുമ്പോൾ എവിടെയാണ്? നോർത്ത്. ഇവിടെയാണ് വടക്ക് എന്ന് പറയുന്നത് അല്ലേ, ഇവിടെയാണ് വടക്ക്. ഇവിടെയുള്ള കേന്ദ്രഭരണ പ്രദേശം ആരാണ്? ലഡാക്ക്. അരുണാചൽ പ്രദേശ് ഇന്ത്യയുടെ ഏത് ഭാഗത്ത് സ്ഥിതി ചെയ്യുന്നു? എവിടെയാണ്? കിഴക്ക്. നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കിഴക്ക് ഭാഗത്താണ് സൂര്യൻ ഉദിക്കുന്നത്. അവിടെ ആദ്യം ഉദിക്കുന്നത് എവിടെയാണ്? അരുണാചൽ പ്രദേശ്. അപ്പോൾ കിഴക്ക്. ഇന്ത്യയുടെ തെക്ക് ഭാഗത്തുള്ള ഒരു അയൽ രാജ്യം, അതായത് സൗത്തിൽ, ആരാണ്? ശ്രീലങ്ക. ഇന്ത്യയുടെ തെക്കേ അറ്റത്തുള്ള കേന്ദ്രഭരണ പ്രദേശം ആരാണ്? കേന്ദ്രഭരണ പ്രദേശം തെക്കേ അറ്റത്ത്, തെക്ക് പറയുമ്പോൾ നമ്മുടെ കന്യാകുമാരി, അതുപോലെ തമിഴ്നാട്, ആ ഭാഗം അല്ലേ, തമിഴ്നാട് സംസ്ഥാനത്തിൻ്റെ അവിടെ തെക്കേ അറ്റത്തുള്ള കേന്ദ്രഭരണ പ്രദേശം ഏതാണ്? ആൻഡമാൻ നിക്കോബാർ. വടക്ക് ഭാഗത്തുള്ള കേന്ദ്രഭരണ പ്രദേശം ലഡാക്ക്, മേലെ. നോർത്തിലെ കേന്ദ്രഭരണ പ്രദേശം എന്താണ്? ലഡാക്ക്. വടക്ക് ലഡാക്ക്, തെക്ക് അറ്റത്തുള്ള കേന്ദ്രഭരണ പ്രദേശം ആൻഡമാൻ നിക്കോബാർ ദ്വീപുകൾ. ഇന്ത്യയുടെ അയൽ രാജ്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കിക്കേ. പാകിസ്ഥാൻ, അഫ്ഗാനിസ്ഥാൻ, ചെന്നൈ, നേപ്പാൾ, ഭൂട്ടാൻ, മ്യാൻമർ, ബംഗ്ലാദേശ്, ശ്രീലങ്ക, മാലിദ്വീപ്. അങ്ങനെ എത്ര ഉണ്ട്? 9 സംസ്ഥാനങ്ങളുമായിട്ടാണ്. എത്രയാണ് അയൽ രാജ്യങ്ങൾ? 9. ഏതൊക്കെയാണ്? പാകിസ്ഥാൻ, അഫ്ഗാനിസ്ഥാൻ, ഓക്കെ, ഏതൊക്കെയാണ്? പാകിസ്ഥാൻ, അഫ്ഗാനിസ്ഥാൻ, ചൈന, നേപ്പാൾ, ഭൂട്ടാൻ, മ്യാൻമർ, ബംഗ്ലാദേശ്, ശ്രീലങ്ക, മാലദ്വീപ്. അങ്ങനെ 9 അയൽ രാജ്യങ്ങൾ നമുക്ക് ഇന്ത്യ പങ്കിടുന്നുണ്ട്. ഓക്കെ, പാകിസ്ഥാൻ, അഫ്ഗാനിസ്ഥാൻ, ചൈന, നേപ്പാൾ, ഭൂട്ടാൻ, മ്യാൻമർ, ബംഗ്ലാദേശ്, ശ്രീലങ്ക, മാലിദ്വീപ്. ഓക്കെ, ഇനി കുറച്ച് ഈ ഒരു ലെസണുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. വാസ്കോ ഡ ഗാമ യൂറോപ്പിൽ നിന്ന് ഏതൊക്കെ സമുദ്രത്തിലൂടെ സഞ്ചരിച്ചാണ് ഇന്ത്യയിലെത്തിയത്? അറ്റ്ലാന്റിക് സമുദ്രവും ഇന്ത്യൻ സമുദ്രവും. ഏതൊക്കെയാണ്? അറ്റ്ലാന്റിക്കും ഇന്ത്യൻ സമുദ്രത്തിലൂടെയാണ് വാസ്കോ ഡ ഗാമ യൂറോപ്പിൽ നിന്ന് സമുദ്രങ്ങളിലൂടെ സഞ്ചരിച്ചിട്ടാണ് ഇന്ത്യയിലെത്തിയത്. എവിടെ നിന്നിട്ടാണ് വന്നത്? യൂറോപ്പിൽ നിന്ന് ഇന്ത്യയിലേക്ക് സഞ്ചരിച്ചതിലെ ജലപാത അല്ലെങ്കിൽ നമ്മുടെ സമുദ്രം ഏതൊക്കെയാണ്? ഇന്ത്യനും അറ്റ്ലാന്റിക് സമുദ്രങ്ങളും. അപ്പോൾ മറ്റു സമുദ്രങ്ങൾ എന്തൊക്കെയായിരിക്കും? പസഫിക്, ആർട്ടിക്, അന്റാർട്ടിക് സമുദ്രം. ഈ സമുദ്രങ്ങളെല്ലാം പരസ്പരം ചേർന്നാണോ കിടക്കുന്നത്? ആണ്. അത് നിങ്ങൾ മാപ്പ് നോക്കുമ്പോൾ മനസ്സിലാവും. ഗ്ലോബ് നിരീക്ഷിച്ച് ഏറ്റവും വലിയ സമുദ്രം ഏതെന്ന് കണ്ടെത്തും. ഏതാണ്? പസഫിക് സമുദ്രം. അപ്പം ഏറ്റവും വലിയ സമുദ്രം പസഫിക് എന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ ഓർഡറിൽ പോവുകയാണെങ്കിൽ ആദ്യത്തെ വലുത് എന്ന് പറയുന്നത് പസഫിക് ഓഷ്യൻ ആണ്. പിന്നെ നമ്മൾ അറ്റ്ലാന്റിക് ഓഷ്യൻ, പിന്നെ ഇന്ത്യൻ ഓഷ്യൻ, പിന്നെ അന്റാർട്ടിക് ഓഷ്യൻ, പിന്നെ ആർട്ടിക്. ഇങ്ങനെയാണ് വലുപ്പത്തിൽ. ഏറ്റവും വലുത് പസഫിക്, രണ്ടാമത്തേതായി നിൽക്കുന്നത് അറ്റ്ലാന്റിക്, വലുപ്പത്തിൽ മൂന്നാമത് നിൽക്കുന്നത് ആരാണ്? ഇന്ത്യൻ ഓഷ്യൻ. ഇതിപ്പോൾ ഇടയെന്ന് ചോദിക്കാം, വലുപ്പത്തിൽ മൂന്നാമത് നിൽക്കുന്ന സമുദ്രം ഏതെന്ന് ചോദിക്കുമ്പോൾ ഇന്ത്യൻ ഓഷ്യൻ, പിന്നെ അന്റാർട്ടിക്, അത് കഴിഞ്ഞാൽ ആർട്ടിക്. മനസ്സിലായോ? ഏറ്റവും ചെറിയ സമുദ്രമാണ് ആർട്ടിക് സമുദ്രം എന്ന് പറയുന്നത്. മനസ്സിലായോ? ഓക്കെ, ഇനി വൻകരകൾ അഥവാ ഭൂഖണ്ഡങ്ങൾ എന്നാൽ എന്ത്? സമുദ്രങ്ങൾക്കിടയിൽ കാണപ്പെടുന്ന അതിവിശാലമായ കരഭാഗങ്ങളാണ് വൻകരകൾ അഥവാ ഭൂഖണ്ഡങ്ങൾ അല്ലേ. സമുദ്രങ്ങൾക്കിടയിൽ കാണപ്പെടുന്ന ലാൻഡ് ഏരിയാസ്, അതൊക്കെയാണ് എന്തെന്ന് പറയുന്നത്? വൻകരകൾ എന്ന് നമ്മൾ പറയണേ. നോക്കിക്കേ, ഭൂപടം, ഗ്ലോബ് എന്നിവ നിരീക്ഷിച്ച് ഭൂഖണ്ഡങ്ങൾ ഏതെല്ലാമാണെന്ന് കണ്ടെത്തും. ഏതൊക്കെയുണ്ട്?
ഏഷ്യ, ആഫ്രിക്ക, വടക്കേ അമേരിക്ക, തെക്കേ അമേരിക്ക, അന്റാർട്ടിക്ക, യൂറോപ്പ്, ഓസ്ട്രേലിയ. അങ്ങനെ എത്ര കോണ്ടിനെൻസ് ഉണ്ട്? 1 2 3 4 5 6 7 7 കോണ്ടിനെൻസ് ഉണ്ട്, നമുക്കറിയാമേ അല്ലേ? അപ്പം ഏഷ്യ, ആഫ്രിക്ക, വടക്കേ അമേരിക്ക, തെക്കേ അമേരിക്ക, അന്റാർട്ടിക്ക, യൂറോപ്പ്, ഓസ്ട്രേലിയ. നമ്മുടെ രാജ്യമായ ഇന്ത്യ ഏത് ഭൂഖണ്ഡത്തിൻ്റെ ഭാഗമാണ്? എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്, ഏഷ്യ. ഭൂരിഭാഗ ഭൂഖണ്ഡങ്ങളും സമുദ്രത്താൽ ചുറ്റപ്പെട്ടിരിക്കുന്നു. സമുദ്രത്താൽ ചുറ്റപ്പെട്ട ഭൂഖണ്ഡങ്ങൾ ഏതൊക്കെയാണ്? സമുദ്രം, അതായത് കംപ്ലീറ്റ് ഈ കോണ്ടിനെൻസിന് ചുറ്റും എന്തായിരിക്കും? സമുദ്രമായിരിക്കും. അങ്ങനെയുള്ള ഭൂഖണ്ഡങ്ങൾ ഏതൊക്കെയാണ്? അന്റാർട്ടിക്ക, ഓസ്ട്രേലിയ, വടക്കേ അമേരിക്ക, തെക്കേ അമേരിക്ക, ആഫ്രിക്ക. ഇതിൽ പൂർണ്ണമായും സമുദ്രത്തിൽ ചുറ്റപ്പെട്ടത് അന്റാർട്ടിക്കയും ഓസ്ട്രേലിയയും മാത്രമാണ്. നമുക്ക് പിക്ചർ കാണുമ്പോൾ മനസ്സിലാവും. ഒരു മിനിറ്റ്, ഇതാ അന്റാർട്ടിക്ക നോക്കിക്കുക. അന്റാർട്ടിക്ക കണ്ടോ? പൂർണ്ണമായും സമുദ്രത്താൽ ചുറ്റപ്പെട്ടതാണ് അന്റാർട്ടിക്ക. ഇനി നമ്മൾ ഓസ്ട്രേലിയക്ക് വരുമ്പോഴും ഇതാണ്ടോ, ഓസ്ട്രേലിയക്ക് കണക്ഷൻ ഇല്ല അല്ലേ? ഓസ്ട്രേലിയക്ക് വരുമ്പോൾ നോക്കിക്കേ, ഓസ്ട്രേലിയയും പൂർണ്ണമായി സമുദ്രത്തിൽ ചുറ്റും അല്ലേ, പൂർണ്ണമായും സമുദ്രം കൊണ്ട് ലൈക്ക് കവർ ചെയ്തിട്ടിരിക്കുന്ന ഭൂഖണ്ഡമാണ് ഓസ്ട്രേലിയ. പക്ഷേ ബാക്കിയുള്ളതിനൊക്കെ നോക്കിക്കേ, ഇവിടെ തെക്കേ അമേരിക്കയിൽ ഒരു കണക്ഷൻ പോകുന്നുണ്ട് അല്ലേ? അപ്പോൾ ഇതിൽ പൂർണ്ണമായിട്ടും സമുദ്രം കൊണ്ട് ചുറ്റപ്പെട്ടതാണ് നമുക്ക് പറയാൻ പറ്റില്ല. പിന്നെ ബാക്കിയുള്ളതൊക്കെ നമുക്ക് കാണുമ്പോൾ തന്നെ അറിയുന്നുണ്ട് സമുദ്രം പൂർണ്ണമായിട്ടും ചുറ്റപ്പെട്ടിട്ടില്ല എന്ന്. മനസ്സിലായില്ലേ? അപ്പോൾ ഭൂഖണ്ഡങ്ങളെ തിരിച്ചറിഞ്ഞ് പേര് നൽകുക. അപ്പോൾ ആദ്യം തന്നെ നമുക്കറിയാം അന്റാർട്ടിക്ക, ഇത് കാണുമ്പോൾ തന്നെ നമുക്ക് അറിയുന്നുണ്ട് അന്റാർട്ടിക്കയാണെന്ന്. അന്റാർട്ടിക്കയും ഓസ്ട്രേലിയയും ഫസ്റ്റ് തന്നെ നമുക്ക് മാർക്ക് ചെയ്യാനായിട്ട് എളുപ്പമാണ്. കാരണം എന്താണ്? ഈ അന്റാർട്ടിക്കയും ഓസ്ട്രേലിയയും പൂർണ്ണമായും സമുദ്രങ്ങളാൽ ചുറ്റപ്പെട്ടതാണ്. ഇനി നമുക്ക് കുറച്ച് ഇതിലേക്ക് പോകാം. പൂർണ്ണമായും സമുദ്രത്താൽ ചുറ്റപ്പെട്ടത് അന്റാർട്ടിക്ക, ഓസ്ട്രേലിയ എന്നിവ മാത്രമാണ്. ലോക ഭൂപടം, അറ്റ്ലസ് എന്നിവയുടെ സഹായത്തോടെ വർക്ക്ഷീറ്റ് പൂർത്തിയാക്കുക. ഇതൊക്കെ വർക്ക്ഷീറ്റാണ്, പക്ഷെ നമുക്ക് ഇതും എന്ത് ചെയ്യാം? PSCക്ക് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, അറ്റ്ലാന്റിക് സമുദ്രത്തിന് പടിഞ്ഞാറ് ഭാഗത്ത് കാണുന്ന ഭൂഖണ്ഡങ്ങൾ. അറ്റ്ലാന്റിക് സമുദ്രം ഏതാണ്? ഈ അറ്റ്ലാന്റിക് സമുദ്രം ഓക്കെ നോക്കിക്കേ, വടക്കേ അമേരിക്കയും തെക്കേ അമേരിക്കയും. വടക്കേ അമേരിക്കയും തെക്കേ അമേരിക്ക എന്ന് പറയുമ്പോൾ നമ്മുടെ ഇവിടെ വടക്കേ അമേരിക്ക, തെക്കേ അമേരിക്ക, ഇവിടെ ആയിരിക്കും അറ്റ്ലാന്റിക് സമുദ്രം ഉള്ളത് അല്ലേ? നോക്കിക്കേ, അടുത്തത് ഇന്ത്യൻ സമുദ്രത്തിന് കിഴക്കു ഭാഗത്ത് കാണുന്ന ഭൂഖണ്ഡം. ഇന്ത്യയുടെ തൊട്ടടുത്ത് കാണപ്പെടുന്ന ഭൂഖണ്ഡം ഇന്ത്യയുടെ ഏതാണ്? ഓസ്ട്രേലിയ ആണ് കാണിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്കിവിടെ നോക്കാം. ഇവിടെ നിങ്ങൾക്ക് ഇന്ത്യ കാണുന്നുണ്ടോ? ഈ ഒരു പോർഷനിൽ നോക്കിക്കോളൂ, ഇതുണ്ടോ? ഈ ഒരു സർക്കിളിൻ്റെ ഉള്ളിലാണ് നമ്മുടെ ഇന്ത്യ. അപ്പോൾ ഇന്ത്യയുടെ ഏത് ഭാഗത്ത്? കിഴക്ക് ഭാഗത്തിൽ, ഈ ഒരു സൈഡിൽ തെക്കേ ഭാഗത്ത് താഴെയായിട്ട് ഉള്ള കാണപ്പെടുന്ന ഭൂഖണ്ഡം എന്താണ്? ഓസ്ട്രേലിയ ആണ്. ഓക്കെ, ഏറ്റവും വിസ്തൃതി കൂടിയ ഭൂഖണ്ഡം ഏഷ്യ. നമുക്കറിയാം ഏറ്റവും വലുത് തന്നെയാണ്, ഏഷ്യ തന്നെയാണ്. അറ്റ്ലാന്റിക് സമുദ്രത്തിനും ഇന്ത്യൻ സമുദ്രത്തിനും ഇടയിൽ കാണുന്ന ഭൂഖണ്ഡം ആഫ്രിക്കയാണ്. അറ്റ്ലാന്റിക് സമുദ്രവും ഇന്ത്യൻ സമുദ്രം കാണിച്ചു തരാം. എവിടെയാണ് ആഫ്രിക്ക? ഇവിടെ അറ്റ്ലാന്റിക്, ഇവിടെ അറ്റ്ലാന്റിക് സമുദ്രം ഇതവിടെ ഉണ്ടോ? ഇന്ത്യ കാണുന്നുണ്ടോ? ഇവിടെ ഇന്ത്യൻ ഓഷ്യനും ഉണ്ട്. ഇതിൻ്റെ നടുക്ക് കാണപ്പെടുന്നതാണ് എന്ത്? ആഫ്രിക്ക. അപ്പോൾ ഏകദേശം കിട്ടി അല്ലേ? ഇനി നമുക്ക് ഇതിൻ്റെ ഒരു എന്താണ് വലിപ്പം, അത് നമ്മൾ പറയാം. ഓക്കെ, ഓർഡർ അനുസരിച്ച് ഞാനത് പറഞ്ഞുതരാം. ഓക്കെ, ഓർഡർ, അതായത് നമ്മൾ വലിപ്പം, ആദ്യത്തെ വലിപ്പം എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏഷ്യയാണ്. ഇത് പഠിക്കണം, ഇത് ശരിക്കും ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പഠിക്കുന്നുണ്ട്. അതായത് ഈ ഓരോ ഭൂഖണ്ഡങ്ങൾ, ഈ 7 കോണ്ടിനെൻസിൻ്റെ സ്ഥാനങ്ങൾ ഒരു ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പഠിക്കുന്നുണ്ട്. അതിൻ്റെ കാലാവസ്ഥ, ഭൂപ്രകൃതി പോലുള്ള സംഭവങ്ങളൊക്കെ. ഓക്കെ, നെക്സ്റ്റ് ഇനി ഇതിൻ്റെ ഓർഡർ പറഞ്ഞുതരാം കേട്ടോ. ഓർഡർ ഏറ്റവും വലുത്, അതായത് ഓർഡർ പറയുമ്പോൾ ഏറ്റവും വലുത് ഏഷ്യയാണ്. ഏറ്റവും വലുത് തൊട്ടടുത്ത് നിൽക്കുന്നത് ആഫ്രിക്കയാണ്. ഓക്കെ, ദെൻ വടക്കേ അമേരിക്കയും തെക്കേ അമേരിക്കയാണ് 4th പൊസിഷനിൽ നിൽക്കുന്നത്. പിന്നെ അന്റാർട്ടിക്കയാണ് നിൽക്കുന്നത്. പിന്നെ യൂറോപ്പ് 6ാമത്തെ സ്ഥാനം ആർക്കാണ്? യൂറോപ്പാണ്.
ദെൻ ഓസ്ട്രേലിയ. ഇതൊന്ന് നോട്ട് ചെയ്ത് വെക്കൂ കേട്ടോ. അതായത് ഫസ്റ്റ് ഏറ്റവും വലുപ്പമുള്ള കോണ്ടിനെൻ്റ് ഏഷ്യ, പിന്നെ ആഫ്രിക്ക, പിന്നെ വടക്കേ അമേരിക്ക, തെക്കേ അമേരിക്ക, അന്റാർട്ടിക്ക, യൂറോപ്പ്, ഓസ്ട്രേലിയ. ഇങ്ങനെയാണ് എന്താണ് വൻകരകൾ അതിൻ്റെ വലുപ്പത്തിനനുസരിച്ച് നമ്മൾ പറയുന്നത്. ഓക്കെ, ഇനി ജനജീവിതത്തിൽ ഭൂപടങ്ങൾക്ക് വലിയ പ്രാധാന്യമാണ് ഉള്ളത്. എന്തുകൊണ്ട് നമുക്കറിയാം. ഒന്ന്, ഭൂമിശാസ്ത്ര പഠനത്തിന് നമുക്ക് ഉപയോഗിക്കാം. പ്രതിരോധം, വിനോദസഞ്ചാരം, ഭരണനിർവഹണം, ഗതാഗതം തുടങ്ങിയ മേഖലകളിൽ വ്യത്യസ്ത തരം ഭൂപടങ്ങൾ ഉപയോഗിക്കുന്നു. പ്രളയം, ഉരുൾപൊട്ടൽ തുടങ്ങിയ പ്രകൃതി ദുരന്തങ്ങളും മറ്റു അപകടങ്ങളും ഉണ്ടാകുമ്പോൾ ദുരന്തമുഖത്ത് വേഗത്തിൽ എത്തിച്ചേരാനും ദുരിതാശ്വാസ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടാനും ഭൂപടങ്ങളും റൂട്ട് മാപ്പുകളും ഉപയോഗിക്കുന്നു. അല്ലെ, ഭൂപടങ്ങളുടെ ഉപയോഗമാണ് ഇവിടെ പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് കുറച്ച് ക്വസ്റ്റ്യൻ. ഭൂപടങ്ങൾ തയ്യാറാക്കുന്ന ശാസ്ത്രശാഖയാണ് എന്തെന്ന് പറയുന്നത്? ഭൂപടശാസ്ത്രം അഥവാ കാർട്ടോഗ്രാഫി. എന്താണ് ഭൂപടശാസ്ത്രം അല്ലെങ്കിൽ കാർട്ടോഗ്രാഫി? ഭൂപടങ്ങൾ തയ്യാറാക്കുന്ന ആളെ നമ്മൾ എന്ത് പറയും? കാർട്ടോഗ്രാഫർ എന്ന് പറയും. തയ്യാറാക്കുന്ന ശാസ്ത്രശാഖയാണ് കാർട്ടോഗ്രാഫി. അത് വരയ്ക്കുന്ന ആളെ അല്ലെങ്കിൽ ആ ഭൂപടം തയ്യാറാക്കുന്ന ആളെ കാർട്ടോഗ്രാഫർ എന്ന് പറയും. നമ്മുടെ രാജ്യത്ത് ഭൂപടങ്ങൾ നിർമ്മിക്കുന്നതിനും പരിശോധിക്കുന്നതിനും പ്രസിദ്ധീകരിക്കുന്നതിനും ചുമതലപ്പെട്ട സർക്കാർ ഏജൻസി സർവേ ഓഫ് ഇന്ത്യ. സർവേ ഓഫ് ഇന്ത്യയിലാണ് നമ്മുടെ ഈ ഭൂപടങ്ങൾ നിർമ്മിക്കുകയും അതിൻ്റെ പൊസിഷൻ, ദിശ പോലുള്ള സംഭവങ്ങളൊക്കെ പരിശോധിക്കുകയും ചെയ്യുന്ന സംഭവം സർവേ ഓഫ് ഇന്ത്യ. സർവേ ഓഫ് ഇന്ത്യയുടെ ആസ്ഥാനം എവിടെയാണ്? ഡെറാഡൂൺ, ഉത്തരാഖണ്ഡിലെ ഡെറാഡൂണിലാണ് സർവേ ഓഫ് ഇന്ത്യ സ്ഥിതി ചെയ്യുന്നത്. എന്തിനാണ് സർവേ ഓഫ് ഇന്ത്യ? രാജ്യത്തിലെ ഭൂപടങ്ങളെ നിർമ്മിക്കുകയും പരിശോധിക്കുകയും ചെയ്യുന്ന ഒരു സർക്കാരിൻ്റെ ചുമതലപ്പെട്ട സർക്കാർ ഏജൻസിയാണ് സർവേ ഓഫ് ഇന്ത്യ. അവിടെ ഭൂപടങ്ങൾ തയ്യാറാക്കുന്ന ആളെ നമ്മൾ കാർട്ടോഗ്രാഫർ എന്ന് വിളിക്കും. ഈ ഭൂപടങ്ങൾ തയ്യാറാക്കുന്ന ശാസ്ത്രശാഖേനെ നമ്മൾ കാർട്ടോഗ്രാഫി അല്ലെങ്കിൽ ഭൂപടശാസ്ത്രം എന്ന് പറയും. 1498 കോഴിക്കോട് കാപ്പാട് തീരത്ത് കപ്പലിലിറങ്ങിയ പോർച്ചുഗീസ് സഞ്ചാരിയാണ് വാസ്കോഡ ഗാമ എന്ന് പറയുന്നത്. ഒരു ക്വസ്റ്റ്യൻ അവിടെ കൊടുത്തതുകൊണ്ട് പറഞ്ഞെന്നുള്ളൂ. ഇവിടെ നമ്മൾ അറിയാം, ഇപ്പോൾ നമ്മുടെ അക്ഷാംശരേഖകൾ അല്ലേ, ഇത് നോക്കിക്കേ, ഇത് അക്ഷാംശരേഖകളും ഇത് രേഖാംശരേഖകളുമാണ്. ഇത് രണ്ടിൻ്റെയും സ്ഥാനം കൊണ്ടിട്ടാണ് നമ്മുടെ ഒരു വീടിൻ്റെ സ്ഥാനം അല്ലെങ്കിൽ ഒരു സ്ഥാനം നമ്മൾ കണ്ടുപിടിക്കുന്നത്, ഭൂമിയിൽ എവിടെയാണെന്നുള്ളത്. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ ലെസൺസ്. താങ്ക് യു. അടുത്ത ലെസൺ ഞാൻ നെക്സ്റ്റ് വീഡിയോയിൽ ഇടും.